ഞങ്ങൾ ഈഫിൽ ടവർ കണ്ടിട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു ഇതിൽ കയറിയായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞങ്ങളെ പ്ലാൻ മാറ്റിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി. കാരണം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഡ്രസ്സ് മാറി തിരിച്ചു വന്നു. ഇനിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈഫിൽ ടവറിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നത്. കാരണം അവിടെ ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങി. ഇനി ഞാൻ നൈറ്റ് വ്യൂ കാണിച്ചു തരാം. രാവിലെ നിന്ന സെയിം ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് വ്യൂ എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നൈറ്റ് വ്യൂ. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. വീണ്ടും നമ്മൾ ബസ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുള്ളത്. സെയിം ബസ് സെയിം മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി സെയിം ബസ് പിടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നേരെ ഈഫിൽ ടവറിൻ്റെ അടുത്തേക്ക് പോവാണ് നമ്മൾ. അങ്ങനെ ഞങ്ങൾ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈഫിൽ ടവറിൻ്റെ അവിടെ എത്തി. നൈറ്റ് വ്യൂ കാണിച്ചായിരുന്നോ? ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ. മൊത്തം ലൈറ്റ് ഇട്ടു, ലൈറ്റും കാര്യങ്ങളും ഇട്ടു. ഇപ്പോൾ നല്ല രസമുണ്ട്. നമുക്കറിയാമല്ലോ, പൊതുവെ എപ്പോഴും നൈറ്റ് വ്യൂ തന്നെയാണ് എപ്പോഴും എല്ലാ സ്ഥലത്താണെങ്കിലും രസം. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. ഇപ്പോഴും കാണാൻ വേണ്ടി വരുന്നവരും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ കുറേ പേര് ഇവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി മാത്രം വീണ്ടും അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ നീ ജസ്റ്റ് നമ്മൾ ഒരു സൈഡ് മാത്രമേ രാവിലെ കണ്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ അത്യാവശ്യത്തിന് ഒരു 3-4 മണിക്കൂർ അവിടെ തന്നെയായിരുന്നു. ഈ പോർഷനിലായിരുന്നു ഒരു ആഴ്ച മൊത്തം കാണാൻ വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് അത് ഒരു പോർഷനെ കഴിഞ്ഞിട്ടുള്ളൂ. 2-3 എക്സിറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത എക്സിറ്റ് 2-3 എക്സിറ്റ് ഉണ്ട്. അതിലൊരു എക്സിറ്റ് വഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ അടുത്ത പോർഷനിലേക്ക് പോവാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓരോ ആംഗിളിൽ നിന്നും ഓരോരോ വ്യൂ ആണല്ലോ. അങ്ങനെ കുറേ പേര് ഇവിടെ വന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇതുപോലെ അവിടെ പല സ്ഥലത്ത് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കൂടെ ആ അറ്റത്താണ് നമ്മൾ കയറിയത്. അവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ അതിൽ കൂടെ ഈ അറ്റത്തിലൂടെയാണ് ഇറങ്ങിയിട്ട്. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഒരു സീറ്റ് കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന്. കാരണം കറക്റ്റ് 9 മണിയാകുമ്പോൾ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഈ ഗോൾഡൻ കളറിലാണല്ലോ ഈഫിൽ ടവർ ഗോൾഡൻ കളറിലാണല്ലോ. അതിൽ വൈറ്റ് ലൈറ്റ് കത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു സീറ്റ് കണ്ടപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ വൈറ്റ് കളർ കത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഇതേപോലെ കത്തുന്നാണ് പറഞ്ഞത്. അങ്ങനെ നൈറ്റിലത്തെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. എല്ലാ ലൈറ്റും ഓഫായി. ഇപ്പം ഈ വൈറ്റ് ലൈറ്റ് മാത്രം കത്തുന്നുള്ളത് കാണിച്ചു തരാം. ഇതേപോലെയാണ് കത്തുന്നത്. പക്ഷെ ബാക്കി എല്ലാ ഗോൾഡൻ ലൈറ്റും ഓഫായി. ഇപ്പം മറ്റേ വൈറ്റ് ലൈറ്റ് മാത്രമാണ് കത്തുന്നത്. ഇപ്പം സമയം 12 മണിയായി. ഇതോടുകൂടി കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ് ഓഫാക്കും. അങ്ങനെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ മെല്ലെ അങ്ങനെ നീങ്ങാൻ പോവാണ്. നമ്മൾ 3 പേരുടെ ഫോട്ടോസ് എടുത്തിട്ടില്ല. അത് എടുത്തിട്ട് നമ്മൾ മെല്ലെ അങ്ങോട്ട് റൂമിലേക്ക് പോകും. ബാക്കി പരിപാടി നാളെ. ഇന്ന് ജസ്റ്റ് നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളും കാണാൻ വേണ്ടി മാത്രം വന്നു. രാവിലെ വന്നു, ഇപ്പോഴും വന്നു. നാളെയാണ് കറക്കം തുടങ്ങുന്നത്.